पास्टर मदर ब्रदर विश्वासीहरू सबैलाई तपाईँलाई अभिवादन चाहन्छु। ഞാൻ ആദ്യമായി കാഠ്മണ്ഡുവിൽ നിന്നും നേപ്പാളിൽ നിന്നും വിശുദ്ധന്മാരുടെയും ദൈവമക്കളുടെയും അഭിവാദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. म मेरो परमेश्वरमा हृदयदेखि म धन्यवाद चाहन्छु। ഞാൻ ആദ്യമായി ദൈവത്തിന്റെ മഹത്വം കരയറ്റുന്നു. तपाईँहरूको माझमा यसरी परमेश्वरले मेरो जीवनमा गर्नुभएको भलाइहरू भन्न पाउँदाखेरि ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തതായ നന്മകളെ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്നതിനായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം ലഭിച്ചതിനാൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ മഹത്വം കരയറ്റുന്നു. यसरी म परमेश्वरमा हृदयदेखि फेरि पनि एकचोटि धन्यवाद चाहन्छु। एकचोटि फेरि मेरो हृदयदेखि म परमेश्वर धन्यवाद चाहन्छु। ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് കർത്താവിന് നന്ദിയോടെ മഹത്വം കരയറ്റുകയാണ്. साँच्चै नै परमेश्वर मेरो जीवनमा धेरै नै भलाइ कामहरू गर्नुभएको छ। സത്യത്തിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. साँच्चै नै मेरो परिवारमा मेरो बुवा मेरो आमा मेरो भाइ मेरो बहिनी हुनुहुन्छ। എൻ്റെ ഭവനത്തിൽ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരനും സഹോദരിയുമുണ്ട്. साँच्चै नै म चाहिँ एउटा हिन्दू परिवारमा जन्मेको एउटा मानिस हुँ। ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതായ ഒരു വ്യക്തിയായിരുന്നു. साँच्चै हिन्दू परिवारमा जन्मेको भएको कारणले गर्दा मेरो परिवारमा मेरो आमा बुवाको धेरै झगडा भइरहन्थ्यो। ഞാൻ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതായ കാരണത്താൽ എൻ്റെ മാതാപിതാക്കളും അവരെല്ലാവരും ബലി അർപ്പിക്കുന്നതായ സ്വഭാവം ഉണ്ടായിരുന്നു. साँच्चै नै उहाँले यति झगडा गर्नुहुन्थ्यो कि त्यो झगडा कारण गर्दाखेरि मेरो परिवारमा कोही पनि हाम्रो परिवारलाई चाहिँ राम्रो थाहा थियो। എൻ്റെ ഭവനത്തിൽ എന്നും വഴക്കുള്ളതിനാൽ ആ ഭവനത്തിൽ ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. यही कारणले गर्दाखेरि मेरो आमा बुवाहरू चाहिँ छुट्टिएर चाहिँ अलग अलग बस्नुभयो। ഈ കാരണത്താൽ എൻ്റെ മാതാവും പിതാവും ബന്ധം വേർപെടുത്തി അവർ സെപ്പറേറ്റ് ചെയ്ത് അവർ മാറി താമസിക്കുകയുണ്ടായി. मेरो आमा बुवा यसरी छुटेर बसेको कारणले गर्दाखेरि म चाहिँ एक्लै मेरो हजुरआमासँग बसेँ। എൻ്റെ മാതാപിതാക്കന്മാർ അകന്ന് അവർ ഒരുമിച്ച് താമസിക്കാതിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ അമ്മച്ചിയുടെ വീട്ടിൽ താമസിക്കുകയുണ്ടായി. यसरी मेरो आमा बुवा टाढा भएको कारणले गर्दाखेरि म चाहिँ दुष्ट साथीहरूको सङ्गतमा लागेँ। എൻ്റെ അപ്പനും അമ്മയും ഒരുമിച്ച് താമസിക്കാതിരുന്നതുകൊണ്ട് അവർ ബന്ധം വേർപെടുത്തി താമസിച്ചതുകൊണ്ട് എൻ്റെ കൂട്ടുകാരും ദുഷ്ടരായ കൂട്ടുകാരോട് കൂടെ ചേരുവാൻ ഞാൻ ഇടയായി തീർന്നു. साँच्चै नै दुष्ट साथीहरूको सङ्गत कारणले गर्दाखेरि मेरो जीवनमा धेरै नै खतरापूर्ण कामहरू मैले गरेँ। ഞാൻ എൻ്റെ ദുഷ്ട കൂട്ടുകാരോടുകൂടെ ചേർന്ന് വസിച്ചതിനാൽ എൻ്റെ സ്വഭാവം ഏറ്റവും അധികം വഷളായി തീർന്നു. मैले चुरोड खान्थेँ, मैले रक्सी खान्थेँ, मैले गाँजा खान्थेँ, यस्तो धेरै चिजहरू मेरो जीवनमा चाहिँ भइरहन्थ्यो। ഞാൻ ചാരായം കുടിക്കുക, ബീഡി വലിക്കുക, അങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, ഇങ്ങനെയുള്ളതായ ദുഷ്ടമായ സ്വഭാവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. साँच्चै नै मेरो प्रभु यीशुले चाहिँ मलाई हेरिरहनु भएको थियो। प्रभु यीशुले चाहिँ मलाई हेरिरहनु भएको थियो। എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. यसरी म मेरो त्यो गाउँबाट चाहिँ म एउटा सहरमा आएँ। ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി കാഠ്മണ്ഡു നഗരത്തിൽ എത്തിച്ചേർന്നു. त्यसरी चाहिँ मेरो मम्मी चाहिँ एउटा चर्चमा जानु हुँदो रहेछ। ആ സമയത്ത് എൻ്റെ മാതാവ് ഭാഗ്യത്തിന് ചർച്ച് മീറ്റിങ്ങിൽ പോകുവാൻ തുടങ്ങി. त्यतिखेर समय मेरो जुन चिज मैले खान्थेँ त्यो चिजले मेरो शरीरमा धेरै असर गरेको थियो। ഞാൻ ഇങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച കാരണത്താൽ എൻ്റെ ജീവിതത്തിൽ അത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയുണ്ടായി. साँच्चै नै मेरो यो जब खोक्दा थिएँ मेरो मुखबाट चाहिँ एकदम खकार रगतहरू निस्किँदथ्यो। ഞാൻ ചുമയ്ക്കുമ്പോൾ എൻ്റെ മൂക്കിൽ നിന്ന് എൻ്റെ വായിൽ നിന്ന് രക്തം ഛർദ്ദിക്കുവാൻ അങ്ങനെ ഇടയായി തീർന്നു. यसले गर्दाखेरि मेरो जीवनमा धेरै नै तनाव आयो। मैले सोचेको थिएँ अब चाहिँ म मर्छु भनेर म सोचेको थिएँ। അങ്ങനെ ഈ രക്തം ഛർദ്ദിക്കുന്നതായ രക്തം ചുമച്ചു തുപ്പുന്നതായ ആ രോഗം കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ മരിച്ചു പോകും. एक दिन मेरो मम्मी कहाँ गएँ। ഒരു ദിവസം ഞാൻ അമ്മയുടെ അടുക്കിലേക്ക് ചെന്നു. मेरो मम्मीले मलाई भन्नुभयो कि എൻ്റെ അമ്മ എന്നോട് ഇപ്രകാരം പറഞ്ഞു, तिमी चर्चमा जाऊ, प्रभु यीशुले विश्वास गर अनि तिमी निको हुन्छ भने उहाँले भन्नुभयो। എൻ്റെ അമ്മ ഇപ്രകാരം എന്നോട് പറഞ്ഞു, നീ ചർച്ചിൽ പോവുക, അല്ലെങ്കിൽ വിശ്വാസ ഭവനത്തിൽ പോവുക, യേശു നിന്നെ സൗഖ്യമാക്കും. अनि मैले यो सोचेँ कि यदि प्रभु यीशुले मलाई निको पार्छ भने तपाईँ किन यसो छुटेर बस्नुभएको, तपाईँ बुवाहरू किन छुटेर बस्नुभएको, मलाई यसमा मलाई कुनै विश्वास लाग्दैन मैले मेरो मम्मीले भने। ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ പ്രഭു യേശു എന്നെ സൗഖ്യമാക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അകന്ന് ജീവിക്കുന്നത്? ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. साँच्चै नै म त्यो चिज चाहिँ जुन जहाँ रक्सी चुरोट मैले छोडेको थिएन, झन् म खाँदै म गइरहेको थिएँ। ഇതൊക്കെ ആയിട്ടും ഞാൻ എൻ്റെ ഈ ചുരുട്ട് ബീഡി വലിക്കുന്ന സ്വഭാവം, ചാരായം, അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സ്വഭാവങ്ങൾ ഒന്നും വിട്ട് കളഞ്ഞില്ല. यसरी म धेरै नै 3 महिनासम्म लगातार म बिरामी भएँ. ഇങ്ങനെ ഞാൻ ഏറ്റവും അധികം രോഗി ആയിത്തീർന്നു. साँच्चै नै यसरी म बिरामी भएको बेलामा एउटा पेन्टिकस्ट मिसनको एउटा विश्वासी मेरो घरमा आयो. അങ്ങനെ ഞാൻ ഏറ്റവും രോഗിയായിരിക്കുന്ന അവസ്ഥയിൽ ഈ പെന്തക്കോസ്ത് മിഷനിലെ ഒരു വിശ്വാസി എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. साँच्चै नै मैले उहाँलाई पनि मैले गाली गरेर पठाएँ, तिमीहरू यहाँ नआइजो, तिमीहरू ठिक छैन यहाँ नआऊ, मैले उसो बेल्दै उहाँलाई मैले गाली गरेर पठाएँ. അങ്ങനെ അവർ കടന്നു വന്നപ്പോൾ ഞാൻ അവരെ വഴക്ക് പറഞ്ഞു ഓടിച്ചു. നിങ്ങൾ ശരിയല്ല, നിങ്ങൾ ഇവിടെ കടന്നു വരണ്ട, നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറഞ്ഞു ഓടിച്ചു. साँच्चै नै परमेश्वर मलाई त्यो निम्ति क्षमा गर्नुभएको होस्। അതിന് ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. साँच्चै नै यसरी मेरो मनमा यसो आयो कि यदि म यस्तो दुर्बल छु, यदि म साँच्चै त्यहाँ गयो भने निको हुन्छ भने मेरो मनमा अलिकति विश्वास आयो।
അങ്ങനെ ഇരിക്കുമ്പോൾ യേശു എന്നെ സൗഖ്യമാക്കുമെന്നൊരു ചെറിയ വിശ്വാസം എൻ്റെ ഉള്ളിൽ കടന്നു വന്നു. त्यो चाहिँ प्रभु यीशु ख्रीष्टबाट आएको भनेर म विश्वास गर्दछु. അതും യേശു ക്രിസ്തു മൂലമുണ്ടായതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. साँच्चै नै यसरी पेन्टिकस्ट मिसनमा यसरी म गइरहेको थिएँ. അങ്ങനെ ഞാൻ ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്നു. यसरी गइरहेको क्रममा അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ प्रभु यीशु ख्रीष्ट जब म त्यो हाम्रो चर्च पेन्टिकस्ट त्यो चर्च फेदमिदा काठमाडौँको सेन्टर फेदमिदा म छिरेको थिएँ. ഞാൻ ആ ഫെയ്ത്തോമിന്റെ ഉള്ളിലേക്ക് കടന്ന് കാൽ വെച്ചപ്പോൾ തന്നെ साँच्चै नै जुन रोग चाहिँ मेरो जुन रोगले चाहिँ म ग्रस्त भएको थिएँ, मलाई हल्का एउटा केही चिज चाहिँ मबाट निस्केको मलाई अनुभव भयो. അങ്ങനെ ഞാൻ പ്രവേശിച്ച് എൻ്റെ കാൽ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ എന്തോ സംഭവിച്ചതുപോലെ എന്തോ എന്നിൽ നിന്ന് മാറിപ്പോയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. साँच्चै नै जब म फेदमित्र म छिरेको थिएँ, मेरो प्रभु यीशु ख्रीष्टले मलाई विश्व पारेर सक्नुभएको थियो. ഞാൻ ആ ഫെയ്ത്തോമിൽ പ്രവേശിച്ചപ്പോൾ തന്നെ യേശു എന്നെ സൗഖ്യമാക്കി തീർത്തു. साँच्चै जसरी जाने क्रममा चाहिँ प्रभु यीशु ख्रीष्टले मलाई पूर्ण यसरी निको पारेको भने मैले विश्वास पूर्ण रूपले मैले गरिरहेको थिएँ. ആ സമയത്ത് യേശു എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കി എന്ന് ഞാൻ വിശ്വസിച്ചു. जसरी म यसरी निको हुँदै गएको अनुभव भयो, तब मैले सबैजना विश्वासहरू पवित्र आत्मा भरेको मैले हेरिरहेको थिएँ. पवित्र आत्मा भरिरहेको मैले देखिरहेको थिएँ. ആ സമയത്ത് ഉള്ളിൽ കടന്നു ചെന്നപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്കുന്നത് ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു. साँच्चै नै परमेश्वरले मलाई यसरी मेरो रोगबाट निको पार्नुभयो. अनि यसरी मलाई परमेश्वरले मलाई 2005 सालमा पानीको बत्ती लिन पनि मलाई सहायता गर्नुभयो. ആ സമയത്ത് ദൈവം എന്നെ സൗഖ്യമാക്കിയത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് 2005 ആണ്ടിൽ ഞാൻ സ്നാനപ്പെടുവാനിടയായി തീർന്നു. साँच्चै नै परमेश्वरले मलाई त्यस पछाडि उहाँको पवित्र आत्मा अभिषेकले मलाई भरिदिनु भयो. ആ സമയത്ത് അതിനുശേഷമായി ദൈവം എന്നെ സത്യമായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറച്ചു. उहाँको पवित्र नामलाई म धन्यवाद चढाउँदछु. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. साँच्चै त्यो दिनमा त्यो परमेश्वरलाई नचिन्नुभन्दा अगाडि मेरो आर्थिक रूपमा धेरै कमजोर थियो. ആ സമയത്ത് സാമ്പത്തികമായി ഞാൻ ഏറ്റവും ഞെരുക്കമായ അവസ്ഥയിലായിരുന്നു. साँच्चै नै आज मेरो परमेश्वरले मलाई प्रशस्त गुण आशीष दिनुभएको छ. എന്നാൽ ഇന്ന് വിശ്വസ്തനായ ദൈവം എന്നെ 10 മടങ്ങ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. साँच्चै नै मेरो आमा बाबु धेरैजना 3 ठाउँमा विभक्तन भएको थियो. मेरो आमा बुवा पनि 3 ठाउँमा चाहिँ विभक्त भएको थियो. എൻ്റെ അപ്പനും അമ്മയും മൂന്ന് പ്രാവശ്യം അവർ വേർപെട്ടു പോയിരുന്നു. तर परमेश्वरले आज मेरो आमा बाबुलाई मेरो मिलामा ल्याउनु भएको छ. എന്നാൽ ഇന്ന് ദൈവം എൻ്റെ അപ്പനെയും അമ്മയും വീണ്ടും അവരെ രമ്യമാക്കി തീർത്തിരിക്കുകയാണ്. यसले मेरो परमेश्वरलाई म धन्यवाद चढाउँदछु. ഇതിനെല്ലാമായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. साँच्चै नै यसरी मेरो बत्तीसमा पश्चात मेरो जीवन एउटा परीक्षा आयो. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പരീക്ഷ ഉണ്ടായി. म चाहिँ आफ्नो काममा जाने निम्ति बाहिर निस्किरहेको थिएँ. म काममा जाने निम्ति बाहिर निस्किरहेको थिएँ. ഞാൻ ഒരു ദിവസം ജോലിക്ക് പോകാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ 12-13 जना केटाहरू चाहिँ आइरहेको थियो अगाडिबाट. 12-13 जना केटाहरू अगाडिबाट आइरहेको थियो. എന്നാൽ ആ സമയത്ത് ഒരു 12-13 ആളുകൾ എൻ്റെ എതിരായിട്ട് കടന്നു വന്നു. साँच्चै उनीहरूले चाहिँ मलाई खुकुरी प्रहार गरेको थियो. അവർ കടാര ഊരി കത്തി ഊരി എന്നെ വെട്ടുവാനിടയായി തീർന്നു. यो टाउकोमा त्यो खत असम छ. परमेश्वरलाई धन्यवाद. അത് എൻ്റെ ഈ തലയിൽ അവർ വെട്ടി. साँच्चै नै परमेश्वरले मलाई त्यो मृत्युबाट परमेश्वर जोगाउनु भयो. എന്നാൽ ദൈവം എന്നെ അതിൽ നിന്ന് വെടിവെച്ചു. ആ മുറിവ് പെട്ടെന്ന് അത് അധികം ഉള്ളിലോട്ട് പോകാതെ ദൈവം എന്നെ വെടിവെച്ചു. ദൈവം എന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയുണ്ടായി. यसमा परमेश्वरलाई म धन्यवाद चढाउँदछु. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. साथै एक दिन चाहिँ हाम्रो ब्रदरले चाहिँ एकचोटि यो प्रभु भोजमा चाहिँ हामी जाउँ भनेर उहाँले भन्नुभएको थियो. ഒരു ദിവസം ഞാൻ ബ്രദറുമായി ഒരു സ്ഥലത്തേക്ക് കടന്നു പോയപ്പോൾ त्यो ठाउँमा चाहिँ एक दिन गाडी चढेर चाहिँ एक दिन हिँडेर जानुपर्ने ठाउँमा एउटा के अरे त्यो प्रभु भोजको सेवकाई थियो. त्यो त्यहाँ चाहिँ एक दिन चाहिँ गाडीमा गएर अनि त्यो प्रभु भोजको एउटा सेवकाई थियो. അവിടെ ഒരു തിരുവത്താഴം കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ബ്രദറിന്റെ കൂടെ സഹായത്തിനായിട്ട് അവിടെ കടന്നു പോയപ്പോൾ അവിടെ 2-3 ബസ് കയറി ഇറങ്ങി അവിടെ ചെല്ലതുണ്ടായിരുന്നു. साँच्चै नै त्यो दिनमा चाहिँ परमेश्वर हामीलाई उद्योगतालाई बचाउनु भयो. ആ സമയത്ത് ദൈവം ഞങ്ങളെ അത്ഭുതകരമായി വിടുവിച്ചു. हामी गएको गाडीमा चाहिँ एउटा पहाडबाट चाहिँ एउटा एकदम त्यो पहिरो आइरहेको थियो. ഒരു മലയിൽ നിന്ന് വെള്ളം ഒഴുകി ഇങ്ങനെ മല ഇടിഞ്ഞ് വീണ് അവിടെ ലാൻഡ് സ്ലൈഡിങ് മലയിടിഞ്ഞ വെള്ളവും മലയും എല്ലാമായിട്ട് അവിടോട്ട് ഒഴുകി വരികയുണ്ടായി. त्यसको त्यो तलतिरपट्टि चाहिँ मुनि त्यो खोला थियो, एकदम भयानक खोला. താഴെയായിട്ട് ഒരു വലിയ നദിയുമുണ്ട്. साँच्चै नै हामी चाहिँ तर्ने क्रममा चाहिँ त्यहाँ एउटा के अरे त्यो जुन त्यो पहिरो गइरहेको थियो त्यसमा चाहिँ ढुङ्गा र एउटा त्यो माटो मात्र थियो. एकदम त्यो लेदो भएर बगिरहेको थियो. ആ സമയത്ത് മഴ പെയ്യുന്നതുകൊണ്ട് ഈ മല ഇടിഞ്ഞു വീണ് വെള്ളവും ആ മണ്ണും എല്ലാം കൂടെ കുത്തി ഒലിച്ച് താഴേക്ക് വന്ന് ആ നദിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. साँच्चै परमेश्वरले त्यसरी एउटा बच्चा चाहिँ एउटा छोरा समेत लिएर चाहिँ त्यस ठाउँमा चाहिँ ऊ छेउ त्यो कुनारमा चाहिँ उभिरहेको थियो. अनि उसले चाहिँ आफ्नो निम्ति बचाउ भने त्यसरी पुकारिरहेको थियो. ഞങ്ങൾ കടന്നു വന്നതായ ബസ്സിൽ അവിടെ ഇറങ്ങി നടന്നപ്പോൾ അതിൻ്റെ കൂടെ യാത്രക്കാരായ ഒരാളിൻ്റെ മകളും ആ സമയത്ത് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ കുത്തിയൊലിച്ചതായ വെള്ളത്തിൽ അങ്ങനെ അവർ നദിയിലേക്ക് ഒഴുകിപ്പോവുകയുണ്ടായി. साँच्चै नै परमेश्वरले हाम्रो एउटा विश्वासी ब्रदर पनि त्यहाँ जानुभएको थियो. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസി ബ്രദർ അത് കണ്ടുകൊണ്ടിരുന്നു. परमेश्वरको हातले त्यो बच्चालाई त्यो बुवालाई बचाउनु भयो.
ദൈവത്തിന്റെ കൈ ആ സഹോദരൻ കുഞ്ഞിനെ നദിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആ കുഞ്ഞിനെ പിടിച്ച് വലിച്ചു കയറ്റി. यसको निम्ति परमेश्वरमा धन्यवाद चढाउँदछु. അതിനും വേണ്ടി ഞാൻ കണ്ടുകൊണ്ടിരുന്നു ആ അത്ഭുത പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. तपाईँलाई सबैलाई थाहा छ नेपाल चाहिँ हिन्दू राष्ट्र हो. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നേപ്പാൾ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. त्यहाँ सेवकाई गर्न धेरै गाह्रो छ. അവിടെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. साँच्चै यहाँ उपस्थित हुनुभएका हरेक पास्टर मदर विशेष गरी सबैजना नेपालको निम्ति प्रार्थना गरिदिनु होला. നിങ്ങളെല്ലാവരും നേപ്പാളിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. परमेश्वर त्यो देशका मान्छेहरू धेरैले उद्धार गर्नुभएको होस्. परमेश्वर त्यो देशको नेपाल देशका मान्छेहरू धेरैजनाले उद्धार गर्नुभएको होस्. ആ രാജ്യത്തിലെ അനേകരെയും കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുവരേണ്ടതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. साँच्चै नै हामी यो अपेक्षा गर्दछौँ सबैजनालाई. प्रेज द लर्ड. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.